എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് A+ നേടണമെങ്കിൽ ഇന്നു മുതൽ ഈ ചാനലിലൂടെ നമ്മൾ ഇംപ്രൂവ്മെൻ്റ് സ്പെഷ്യൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇംഗ്ലീഷിൽ A+ വാങ്ങാൻ കഴിയും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണ്. ഈ കഥ എഴുതിയത് ലിയാമോ ഫ്ലഹർട്ടിയാണ്. അദ്ദേഹം ഈ കഥയിലൂടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. ഈ സമ്മറി നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഈ ഒരു സമ്മറിയിൽ നിന്ന് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസ്കോഴ്സസ് എഴുതാൻ പറ്റും. ഏതൊരു സമ്മറി പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും പഠിക്കണം, അതുപോലെ തന്നെ കൺക്ലൂഷനും പഠിക്കണം. ഇനി നമുക്ക് സമ്മറിയിലേക്ക് കിടക്കാം. ലിയാമോ ഫ്ലഹർട്ടീസ് സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് present the importance of self-confidence and self-reliance. Though his brothers and sister had already flown away, a young seagull was reluctant to fly. His parents tried their level best to make him fly, but he preferred to stay in his rough dirt-caked nest. Hunger and heat troubled him the following days. ലിയാമോ ഫ്ലഹർട്ടിയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറി എഴുതിയത്. ഈ സ്റ്റോറിയിൽ പറയുന്നത് ആത്മധൈര്യവും സ്വയം പര്യാപ്തതയും എങ്ങനെയാണ് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് എന്നാണ്. ഇതിൽ പ്രധാന കഥാപാത്രം സീഗള്ളാണ്. സീഗള്ളിന് പറക്കാൻ വേണ്ടി ഭയമാണ്. അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. He had watched his parents flying about with his brothers and sister. The other children were taught the art of flight. They were taught to skim the wave and to dive for fish. The young seagull only watched it standing on a rock. All the morning, the whole family had walked about on the big plateau on the opposite cliff. They laughed at the cowardice of young seagull. നമുക്കറിയാം സീഗളിന് പറക്കാൻ ഭയങ്കര പേടിയാണ്. ഇത് കണ്ടിട്ട് സീഗളിൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അതേപോലെ പാരൻസും കളിയാക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The sun became very hot on the ledge. He felt the heat as he had not eaten anything since the previous night. He searched for food everywhere. He found a dried piece of mackerel tail at the far end of the ledge. He even tried to gnaw the dried pieces of eggshell, but between him and his parents there was a deep, wide crack. He pretended to be falling asleep. His parents took no notice of him. His father was preening the feathers on his white back. His mother was standing on the high hump on plateau. She tore a piece of fish at her feet. The sight of the food maddened him. She picked up a piece of fish and flew toward him. He tried to get near her, but when she was just opposite him, she halted. Her leg and wings were motionless. The piece of fish was almost within the reach of his beak. ഈ രണ്ട് പാരഗ്രാഫിൽ പറയുന്നത് സൂര്യൻ്റെ ചൂടും അതേപോലുള്ള വിശപ്പും സീഗളിനെ അവശനാക്കി. അവൻ ചുറ്റുപാടും ഭക്ഷണം അന്വേഷിച്ച് നടന്നെങ്കിലും അവനതൊന്നും കിട്ടാൻ സാധിച്ചില്ല. അവൻ്റെ പേരൻസും ഇവനും തമ്മിൽ ഭയങ്കര ദൂരമായിരുന്നു. ഇവർ രണ്ടുപേരും രണ്ട് ക്ലിഫുകളിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ അമ്മ ഒരു മീൻ കഷ്ണം വെച്ചിട്ട് സീഗളിനെ പറത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഈ ഭാഗത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. He waited a moment and dived at the fish. With a loud scream, he fell into space. He was terrified for a moment and his heart froze. The next moment he felt his wings spreading outward. He could feel the tip of his wings cutting through the air. He flapped his wings and soared upward. കഠിനമായ വിശപ്പ് കാരണം അമ്മ കാണിച്ച മീൻ കൊത്താൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ കാല് വഴുതി ആ ക്ലിഫിന് താഴത്തേക്ക് വീഴാണ്. ഈ ഒരു വീഴ്ചയിൽ അവൻ തന്നെ അറിയാതെ അവൻ പറക്കാൻ തുടങ്ങി. അപ്പോൾ അവന് മനസ്സിലായി എനിക്ക് പറക്കാൻ കഴിഞ്ഞു എന്ന്. ഇനി ലാസ്റ്റ് പാരഗ്രാഫാണ്. ഇതോടുകൂടി നമ്മുടെ സമ്മറി കഴിയും. അപ്പോൾ നിങ്ങൾ കാണാപാഠം പഠിച്ചോളണം ഈ സമ്മറി. അവസാനത്തെ പാരഗ്രാഫ് നോക്കാം. ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിംഗ് ജോയിൻ ഹിസ് ഇൻ ഫ്ലൈയിങ്. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. ഹിസ് ലെഗ് സാങ് ഇൻ ടു ഇറ്റ്. He screamed with fear and tried to rise again. Flapping his wing, he was tired and weak with hunger. He could not rise as he was exhausted with the exercise. His feet sank into the green sea, and then his belly touched it and he sank no more. He was floating on it. Around him his family was screaming with joy.
ദസ് ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. സീകളിൽ പറക്കുന്ന കണ്ടിട്ട് പാരൻസും സിബ്ലിങ്സും അവൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സീകളിൽ പറയുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ സീകളിൻ്റെ സെൽഫ് കോൺഫിഡൻസും അതേമാതിരി പാരൻസും വളരെയധികം സീകളിനെ പറക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൽ നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഡയറി, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതേപോലെ റിവ്യൂ എഴുതാൻ, നറേഷൻ എഴുതാൻ, അതൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.